നമസ്കാരം പ്രശാന്ത് സാർ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ എമ്പുരാൻ സിനിമയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയകളിലൊക്കെ വൈറൽ ആവുകയാണ്. ഈ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മുൻ സെൻസർ ബോർഡ് അംഗം കൂടിയായിട്ടുള്ള ആളാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. എന്തുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറൽ ആവുന്നു എന്നുള്ളത് കൂടിയാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്ന ഒരു ഭാഗത്തുള്ളത്. ഷിജിൽ കെ കടത്തനാട് എന്നാണ് ആ മുൻ സെൻസർ ബോർഡ് അംഗത്തിന്റെ പേര്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മല്ലിക സുകുമാരൻ എന്ന അമ്മയോട്. അപ്പൊ പൃഥ്വിരാജിന്റെ അമ്മയ്ക്കുള്ള ഒരു തുറന്ന കത്ത് കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വേണം അനുമാനിക്കാൻ. ഏകദേശം 20 വർഷം മുൻപ് സത്യം സിനിമ ഇറങ്ങിയ കാലത്ത് മകന്റെ ജാതകം മട്ടാഞ്ചേരി മാഫിയ തിരുത്തി എഴുതാൻ നോക്കിയപ്പോൾ RSS എഴുതിയ ജാതകമാണ് നിങ്ങൾ മകനിൽ ചാർത്തി കൊടുക്കുന്ന എല്ലാ വിജയങ്ങളുടെയും പിന്നിൽ എന്നത് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. കരഞ്ഞ കണ്ണും കലങ്ങിയ മനസ്സുമായി അമ്മയും മകനും കൂടി കടന്നു വന്ന ഒരു അനന്തപുരിയിലെ പടിയുണ്ട്. ആ അമ്മയ്ക്കും മകനും നൽകിയ പിന്തുണ മറന്നുപോയോ? ഇന്ന് നൽകിയ ഇന്റർവ്യൂ കണ്ടപ്പോൾ അത് മറന്നുപോയെന്ന് തോന്നിപ്പോകുന്നു. അതുകൊണ്ട് ഈ എഴുത്ത് ഒരോർമ്മപ്പെടുത്തലായി കരുതുമല്ലോ. ഇനിയുമുണ്ട്, കത്തിന്റെ ഭാഗങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ പണ്ടെപ്പോഴോ മല്ലിക സുകുമാരൻ RSSന്റെ സഹായങ്ങൾ കൈപ്പറ്റി എന്ന് തെളിയിക്കുന്ന ഒരു തുറന്ന കത്ത് കൂടിയാണിത്. ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പഴകിയ പലരും. ഓർമ്മയുണ്ടായിരിക്കണം എന്ന് RSS അല്ല പറഞ്ഞ്, RSSന്റെ ഒരു അല്ലെങ്കിൽ RSSൽ വിശ്വസിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകൻ എന്ന് പറയാം. അദ്ദേഹം RSSന്റെ മുൻ അല്ലെങ്കിൽ BJPയുടെ മുൻ നേതാവും ഇപ്പൊ നേരത്തെ സെൻസർ ബോർഡ് അംഗവുമായിട്ടൊക്കെ ഇരുന്ന അംഗമാണ്. അപ്പം ഇതിനകത്തൊരു വാസ്തവമുണ്ട് നിതു. ഈ പറയുന്നത് പോലെ ഇവര് നേരത്തെ അതൊക്കെ പറയുമായിരുന്നു. നമ്മുടെ ഈ പറയുന്ന ഈ പൃഥ്വിരാജിന്റെ അമ്മ അല്ലെങ്കിൽ മല്ലിക സുകുമാരൻ, അവർക്കൊരു മോശം കാലം ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ കല്യാണം നമ്മളൊന്നും പറയുന്നില്ല, അറിയാമല്ലോ. ജഗതി കല്യാണം കഴിക്കുന്നു, അവിടുന്ന് കളയുന്നു. അതിനുശേഷം അവരെ സുകുമാരൻ എന്ന് പറയുന്ന ആൾ ഏറ്റെടുക്കുന്നു. അതിൽ കൂടി 2 കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ അതിനുശേഷവും എനിക്കൊന്ന് സുകുമാരൻ മരിച്ചു, അല്ലെങ്കിൽ അതിനുശേഷവും നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് പോകുന്ന ഇവർക്ക് പിന്നെ ഈ പിള്ളേരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ സുകുമാരന്റെ മരണമാണോ, എന്തായാലും ജീവിതം വഴിമുട്ടി പോകുന്ന ഒരവസ്ഥ. സിനിമയിൽ അഭിനയിക്കണമെന്ന് പിള്ളേർ ഇറങ്ങി വരുമ്പോൾ സിനിമ ഈ സാധാരണ പോലുള്ള ഒരു സംഭവമല്ല. സുകുമാരന്റെ മക്കളാണെന്ന് പറഞ്ഞാലും സുകുമാരൻ ഇരുന്ന കാലത്ത് സിനിമ സുകുമാരന്റെ കയ്യിൽ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടായില്ലെന്നിരിക്കാം. പക്ഷെ അതിനുശേഷം ആ ഫീൽഡ് വിട്ട് കഴിയുമ്പോൾ സുകുമാരന്റെ മകൻ എന്ന് പറഞ്ഞ് ആ ഫീൽഡിലേക്ക് ചെന്ന് കയറാൻ പറ്റുന്ന ഒരു ഫീൽഡ് ഒന്നും അല്ല. ഇതൊരു വലിയ മാഫിയ ഫീൽഡ് ആണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കയ്യിൽ വെച്ചിരിക്കുന്നവരാരും വിട്ടുകൊടുക്കത്തില്ല. എല്ലാ സൗകര്യങ്ങളും, പണം, സുഖം, സംവിധാനങ്ങൾ എല്ലാം അറിയാമല്ലോ. എല്ലാ സൗകര്യങ്ങളോടും കിട്ടി ഇരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പം അത് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് വിട്ടുപോകുന്നതിന് താല്പര്യപ്പെടത്തില്ല. പുതിയ ഒരാൾ അഭിനയിക്കാൻ വന്നാൽ പോലും പോലും പ്രാപ്തനും ഒക്കെ ആണെങ്കിൽ പോലും അതിനകത്ത് നിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ നിർത്തിക്കൊണ്ട് പോകാൻ തയ്യാറാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. അപ്പൊ ആ സമയത്ത് ഒരുപക്ഷെ സുകുമാരൻ എന്ന് പറയുന്ന വലിയ കലാകാരന്റെ മക്കൾ ഇന്ദ്രജിത്തും പൃഥ്വിരാജും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹവുമായിട്ട് ചെല്ലുന്നപ്പോൾ സിനിമയിൽ എങ്ങനെയോ ഒരു ചാൻസ് വാങ്ങി, ഒരുപക്ഷെ പൃഥ്വിരാജ് അഭിനയിക്കുന്ന ആളാണെന്ന് കണ്ട്, കഴിവുള്ള ആളാണെന്ന് കണ്ട്, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വന്നു പോകും എന്ന് കണ്ട് പൃഥ്വിരാജിനെ തടയുന്നതിന് വേണ്ടി അന്ന് ശ്രമം നടത്തിയത് നമ്മൾ ഈ പലവട്ടം പല രീതിയിലും പല വിഷയങ്ങൾ വരുമ്പോഴും ചർച്ച ചെയ്യുന്ന ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയാണ്. മട്ടാഞ്ചേരി മാഫിയ നമുക്കറിയാമല്ലോ. ഇപ്പൊ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ വരെ ചർച്ചയാവുന്നതാണ്. കാരണം മട്ടാഞ്ചേരി മാഫിയയുടെ പുറകിൽ ഈ പറയുന്ന പല ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ഉണ്ട്. അതിനകത്ത് ജമായത്ത് ഇസ്ലാമി ഉണ്ട്. ജമായത്ത് ഇസ്ലാമിയുടെ അജണ്ടയാണ് ഇത് പാസ്സാക്കുന്നത്. ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ സിനിമ പോലും കാണാൻ പാടില്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ തിട്ടൂരം നടക്കാത്തതുകൊണ്ട് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനകളുടെ ഉള്ളിലിരിപ്പ് സിനിമയിൽ കൂടി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആരെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവർ പണം മുടക്കി ആ ഫീൽഡ് ഒരു കലാരൂപത്തിനകത്ത് കേരളത്തിലും ഇന്ത്യയിലും വലിയ പ്രസക്തമായ കാര്യമുള്ളത് കൊണ്ട് ആ കലാ ഫീൽഡ് അവരുടെ കയ്യിലേക്ക് ആക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. അപ്പം അവർക്ക് യോഗ്യമല്ലാത്തവർ, അവരുടെ ഭാഗമല്ലാത്തവർ, ഒരുപക്ഷെ നമ്മൾ പറഞ്ഞുകൂടാ, എന്നാലും അവരുടെ മതത്തിന്റെ ഭാഗമല്ലാത്തവരെ പോലും ആ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കുന്നതിനും അറിയാതെ പോലും അവരുടെ മതത്തിന്റെ ഭാഗമായിട്ടുള്ളവരെ ഇതിന്റെ
മുഖ്യ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളാക്കുന്നതിനും ഒക്കെയുള്ള ഒരു ശ്രമമുണ്ട്. വലിയൊരു ഫീൽഡാണ്. അപ്പൊ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പണം പോലും ചർച്ച വന്നതല്ലേ, മയക്കുമരുന്നിനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പണമാണ്. അപ്പൊ അത് പോട്ടെ. അപ്പം ഈ ഒരു അവസരത്തിൽ ഈ പറയുന്നത് പോലെ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കാൻ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങുമ്പോൾ സിനിമയിൽ അഭിനയിക്കാനുള്ള സംവിധാനത്തിനകത്ത് എല്ലാ തടസ്സങ്ങളും കൊണ്ട് അന്ന് മട്ടാഞ്ചേരി മാഫിയയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോബി നിന്നപ്പോൾ അറിയാമോ, ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ 20 കൊല്ലം മുമ്പാണ് ഇത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്ല, ഈ പറയുന്നത് പോലെ 20 കൊല്ലം മുമ്പ് 6% വോട്ട് മാത്രമുള്ള BJP, ഈ പറയുന്ന ഒരാൾ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. ആ പോസ്റ്റ് വായിച്ചാൽ പറയും. അതിനകത്ത് അന്ന് സഹായിച്ച ഒരാൾ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. RSSന്റെ പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹത്തിന് BJPയുടെ നേതാവായിരുന്നു. ആരാണെന്നുള്ള കാര്യം എനിക്കും നീതുവിനും ഒക്കെ അറിയാം, അല്ലെങ്കിൽ അത് നമ്മളിപ്പോ പറയുന്നില്ല ആ മനുഷ്യൻ. അപ്പം അന്നേ ഇതിന്റെ സ്വാധീനം, ഞാൻ പറയുന്നത് BJPയുടെ അല്ല, ഈ പറയുന്ന നേതാവ് RSSന്റെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. ഇപ്പൊ 100 വയസ്സ് തികയുന്ന RSSന് 6% വോട്ട് പോലും കേരളത്തിൽ ഇല്ലാത്ത സമയത്തും കേരളത്തിലെ എന്ത് കാര്യവും ഇന്ത്യയിലെ എന്ത് കാര്യവും നിയന്ത്രിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു വലിയ സംഘടനയാണെന്നുള്ളത് കൊണ്ടാണ് ഈ ആരും സഹായിക്കാനില്ലപ്പോ. ഇന്നിപ്പോ പറയുന്നുണ്ടല്ലോ, സിനിമ വിവാദമായപ്പോൾ പറയുന്നു ഈ സിനിമയിൽ കൂടി സഹായിക്കാൻ കോൺഗ്രസ്സുകാരുണ്ട്, ഇവിടുത്തെ CPMന്റെ പ്രമുഖ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഞങ്ങൾ പൃഥ്വിരാജിനെ സംരക്ഷിച്ചു കൊള്ളാം, പൃഥ്വിരാജിനെ ഇവിടെ ആർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പൃഥ്വിരാജിനെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ആരും, അല്ലെങ്കിൽ പൃഥ്വിരാജ് ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ അഭയം തേടി ചെന്നത് RSSന്റെ അടുത്താണ്, തിരുവനന്തപുരത്ത് അടുത്താണ്, ആ വലിയ നേതാവിന്റെ അടുത്ത്. അന്ന് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, നിങ്ങൾക്ക് സിനിമ ഉണ്ടാകും, നിങ്ങളുടെ മകനെ തടയുന്നതിനും വിരട്ടുന്നതിനും ഈ ഫീൽഡിൽ നിന്നും എന്ത് പ്രശ്നം വന്നാലും അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. നോക്കി വളർത്തി വലുതാക്കി അവസാനം അന്ന് ഈ പറയുന്നത് പോലെ ഇയാൾ ഈ ഫീൽഡിൽ വരാൻ പറ്റാതെ ഇയാളുടെ സിനിമാ മോഹത്തിന് ഭംഗം നിന്ന അവരുടെ കൂടി ഇയാൾ കൂടി. മനസ്സിലാവുന്നുണ്ടോ? അവർ ഇയാളെ ഏറ്റെടുത്തു. ഇയാൾ വലിയ സെലിബ്രിറ്റി ആയപ്പോൾ അവരുടെ അജണ്ട പാസ്സാക്കുന്നതിന് വേണ്ടി ഇയാൾ അവരുടെ കൂടെ കൂടി. ഇയാൾക്ക് അതിനകത്ത് ലാഭം ഉണ്ടാവും, ഇയാൾക്ക് അതിനകത്ത് പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇന്നലെ മല്ലികാ സുകുമാരൻ മമ്മൂട്ടിയോട് ഒരു നന്ദി പറഞ്ഞില്ലേ? ഈ പ്രശ്നം വന്നപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഇനി അല്ലെങ്കിൽ മേജർ രവിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ ഇവിടുത്തെ RSSകാർ മോനെ ആക്രമിക്കുന്നു, സിനിമയെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ വന്നപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ ഒരേ ഒരാളെ ഉള്ളായിരുന്നു, മമ്മൂട്ടി. അതിന് നന്ദി ഉണ്ടാവണം മക്കളെ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചു പറഞ്ഞു, ഈ സമയത്ത് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും ആരുമില്ലാത്തപ്പോൾ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും ആശ്വസിപ്പിക്കാൻ ഉണ്ടായത് മമ്മൂട്ടി മാത്രമാണ്, നന്ദി ഉണ്ടാവണം മക്കളെ എന്ന് പറഞ്ഞ മല്ലികാ സുകുമാരൻ 20 കൊല്ലം മുമ്പ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സമയത്ത് ഈ ഫീൽഡിൽ വരണ്ടാന്ന് ഈ മട്ടാഞ്ചേരി മാഫിയയും അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ആളുകളും അവർക്ക് തീരുമാനിക്കാൻ കഴിയുന്ന അവസ്ഥയുള്ളപ്പോൾ അതിനെ എതിരെ നിൽക്കാൻ പ്രാപ്തമായിട്ടുള്ളവർ ഈ തള്ളിപ്പറഞ്ഞ പുസ്തകവും ഇവരിന്നലെ തള്ളിപ്പറഞ്ഞു, ഈ സംഘടന RSSനെ തള്ളിപ്പറഞ്ഞു, ഓർഗനൈസറിനെ തള്ളിപ്പറഞ്ഞു, പരസ്യമായിട്ട് മാതൃഭൂമിയിലായി പറഞ്ഞ RSSും അതിന്റെ കെയർ ഓഫിലുള്ള മുഖപുസ്തകവും ഒക്കെ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ അതേ ഉള്ളായിരുന്നു എന്നുള്ള കാര്യം മറന്നുപോരുത്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലവട്ടം പറയാറുണ്ടായിരുന്നല്ലോ, എനിക്ക് സുകുമാരൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ദൈവതുല്യമാണെന്ന്. അങ്ങനെ തന്നെ ആവണം, ഭർത്താവ് ദൈവതുല്യമാകണം, അതിനകത്ത് തർക്കമൊന്നുമില്ല. ഞാൻ അവരെ അഭിമാനത്തോടു കൂടിയാണ് ആ കാര്യത്തിൽ അവരോട്, അല്ലെങ്കിൽ അവരുടെ ആ വർത്തമാനത്തോട് കാണുന്നത്. പക്ഷേ നിങ്ങൾ സുകുമാരനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ RSSനെ ഇന്നലെ തള്ളിപ്പറഞ്ഞല്ലോ. 90-96 കാലത്ത് നിങ്ങൾ തിരുവനന്തപുരത്ത് താമസിച്ചപ്പോൾ അന്ന് BJP സ്ഥാനാർത്ഥിയാകുന്നതിന് വേണ്ടി BJPക്കാർ ആലോചിച്ചപ്പോൾ നിങ്ങളുടെ ഭർത്താവിന്റെ പേരാണ്. അന്ന് ആ മനോരമയിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കൊപ്പം എന്നുള്ള പരിപാടിയാണ്, സ്ഥാനാർത്ഥി ആരൊക്കെ എന്നുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു പങ്ക്തിയുണ്ട്. ആ പങ്ക്തിക്കകത്ത് ഇദ്ദേഹത്തിന്റെ പേര് വന്നപ്പോൾ അത് ശരിയാണോ എന്ന് RSSന്റെ അടുത്ത് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ലേഖകൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ലേഖകൻ ഇവരുടെ വീട്ടിൽ ചെന്നല്ലോ. ഇന്നലെ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ചെല്ലുന്നു,
താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സുകുമാരൻ പറഞ്ഞതാണ്, എന്റെ മക്കൾക്ക് ഞാൻ പേരിട്ടത് പൃഥ്വിരാജും ഇന്ദ്രജിത്തുമാണ്. അതുപോലും ദേശത്തിനും പുരാണങ്ങളും വകഞ്ഞു നോക്കി മറിച്ചു നോക്കിയിട്ട പേരാണ്. ഞാൻ ദേശാഭിമാനി, എനിക്ക് സീറ്റ് തന്നാൽ ഞാൻ മത്സരിക്കാമെന്ന് പറഞ്ഞ സുകുമാരന്റെ കൂടെ പുറത്തു ഉണ്ടായ മക്കളല്ലേ ഇന്ദ്രജിത്തും പൃഥ്വിരാജും. അപ്പൊ ജാതകം ഞങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും പറയിക്കരുത് മല്ലികാ സുകുമാരൻ. ജാതകം ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ ജാതകത്തിൽ, നിങ്ങളുടെ മക്കളുടെ പുരോഗതിയുടെ ജാതകത്തിൽ, നിങ്ങളുടെ ഭർത്താവിന്റെ ജാതകത്തിൽ ഒക്കെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഇന്നലെ മാതൃഭൂമിയിൽ കൂടി തള്ളിപ്പറഞ്ഞ ഈ പറയുന്ന പുസ്തകത്തിന്റെയും അല്ലെങ്കിൽ ആ പറയുന്ന സംഘടനയുടെയും ഒക്കെ കാര്യമുണ്ട്. അതുകൊണ്ട് നന്ദി എന്ന് പറയുന്നത് നമ്മളുടെ നാശകാലത്ത്, നമ്മളുടെ മോശകാലത്ത്, നമ്മളെ ആർക്കും വേണ്ടാത്ത സമയത്ത്, നമ്മളെ ആരും ഏറ്റെടുക്കാനില്ലാത്ത സമയത്ത് നമ്മളെ കരുതുന്നവരോടാവണം നമ്മൾക്ക് ആദ്യം നന്ദി ഉണ്ടാവുന്നത്. നമുക്ക് സമ്പത്തുണ്ടാവുമ്പോൾ നമുക്ക് ബന്ധുക്കൾ ഉണ്ടാവും, നമ്മളുടെ കൂടെ കൂടാൻ അതേ ലെവലിലുള്ള ആൾക്കാർ വരും. ആ സമയത്ത് ആശ്വസിപ്പിക്കാൻ വരുന്ന ആരെങ്കിലുമേക്കാട്ടിൽ നമ്മുടെ നാശകാലത്തും മോശകാലത്തും നമ്മളെ ആർക്കും വേണ്ടാത്ത കാലത്തും നമ്മളെ ആശ്വസിപ്പിച്ചിട്ടുള്ളവരും നമ്മളുടെ കൈക്ക് പിടിച്ചിട്ടുള്ളവരോടും ആയിരിക്കണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഉണ്ടാവേണ്ടത്. അത് നിങ്ങൾ ഇന്നലെ തള്ളിപ്പറഞ്ഞ ഓർഗനൈസറും അല്ലെങ്കിൽ RSSഉം ആ സംഘടനയൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മകന്റെ ജാതകം കുറിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ ജാതകം RSSകാർക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ മകന്റെ ജാതകം ഈ രീതിയിലാക്കാൻ ആ ഒരു സംഘടനയ്ക്ക് 20 കൊല്ലം കഴിയുമെങ്കിൽ ഇന്ന് 100ാം കൊല്ലത്തിൽ നിൽക്കുമ്പോൾ ലോകത്ത് 64 രാജ്യത്തിൽ ഈ RSS ഉള്ളപ്പോൾ ഇന്ത്യയിലെ തൂണിലും തുരുമ്പിലും RSS നിൽക്കുമ്പോൾ ഇന്ത്യ എങ്ങോട്ട് ചലിക്കണമെന്ന് RSS തീരുമാനിക്കുമ്പോൾ ആ RSSനെ വെല്ലുവിളിച്ച് ഇങ്ങ് കൊച്ചു കേരളത്തിൽ ഇരുന്ന് അങ്ങ് മുന്നോട്ട് പോകാമെന്നുള്ളത് നിങ്ങളുടെ അജ്ഞതയാണ്, നിങ്ങളുടെ നന്ദിയില്ലായ്മയാണ്. നിങ്ങളുടെ ജാതകം വരയ്ക്കാൻ, നിങ്ങളുടെ മകന്റെ ജാതകം വരയ്ക്കാൻ RSSന് കഴിയുമെങ്കിൽ ആ ജാതകം കീറാനും RSSന് കഴിയും എന്ന് മാത്രം ഓർമ്മിക്കുക. അത്രയുള്ളൂ നമുക്ക് ഈ മല്ലികാ സുകുമാരൻ എന്ന് പറയുന്ന പ്രായമായ സ്ത്രീയോട് പറയുവാനുള്ളത്, അവരുടെ ജൽപ്പനങ്ങളോട് പറയുവാനുള്ളത്. RSS എന്താണെന്ന് അവർക്കറിയില്ല, അതറിഞ്ഞാൽ അവര് പിന്നെ കാണത്തുമില്ല. തീർച്ചയായും വ്യക്തമാണ് സാർ. മല്ലികാ സുകുമാരന് വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നതായിരുന്നു ഷിജിൽ കെ കടത്തനാടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന കാര്യം വ്യക്തമാണ്. താങ്ക് യു സോ മച്ച്.